ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തി വെല്ലൂർ പട്ടണത്തിൽ ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെ അന്ധവിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു വിദ്യാലയം നടത്തുകയായിരുന്നു. ഒരു പഴയ വാടക കെട്ടിടത്തിലാണ് ആ വിദ്യാലയം നടത്തി വന്നത്. കുറേ കാലം കഴിഞ്ഞപ്പോൾ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ വേറൊരാൾക്ക് ആ കെട്ടിടം വിറ്റു. പുതിയ ഉടമ അന്ധവിദ്യാലയം നടത്തുന്ന നല്ലവനായ മനുഷ്യനെ സമീപിച്ച് പറഞ്ഞു, ഈ കെട്ടിടം ഞാൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ ഇത് ഒഴിഞ്ഞു തരണം. വിദ്യാലയത്തിൻ്റെ നടത്തിപ്പുകാരൻ സൗമ്യമായി സംസാരിച്ചു, ദയവായി കുറച്ച് ദിവസം കൂടെ ക്ഷമിക്കണം, മറ്റൊരു കെട്ടിടം കിട്ടാനില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ അതിനുള്ള ക്ഷമ കാണിക്കാതെ പുതിയ ഉടമസ്ഥൻ നിയമ നടപടികളിലൂടെ അവരെ അവിടെ നിന്ന് ഒഴിവാക്കി. ഗത്യന്തരമില്ലാതെ അവർ സൗകര്യം കുറഞ്ഞ മറ്റൊരു വീട്ടിലേക്ക് അന്ധവിദ്യാലയത്തിൻ്റെ പ്രവർത്തനം മാറ്റേണ്ടി വന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അവർ ഒഴിഞ്ഞുകൊടുത്ത ആ പഴയ കെട്ടിടം ആ രാത്രിയിൽ തന്നെ നിലംപതിച്ചു. അന്ന് ഒഴിഞ്ഞു മാറിയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നിസ്സഹായരായ അനേകം കുഞ്ഞുങ്ങളുടെ മരണത്തിന് ആ കെട്ടിടത്തിൻ്റെ തകർച്ച കാരണമാകുമായിരുന്നു. ദൈവകൃപയുടെ മുൻകരുതലാണ് അവർ അനുഭവിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ചില പ്രയാസങ്ങളുടെ അർത്ഥവും ഉദ്ദേശവും മനസ്സിലാക്കുവാൻ ചില സാഹചര്യങ്ങളിൽ നമുക്ക് സാധിക്കാതെ വന്നേക്കാം. എന്നാൽ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നാം എന്ന് എല്ലായ്പ്പോഴും ഓർക്കണം. തിന്മയ്ക്കായി ഒന്നും ഭവിക്കയില്ലെന്നത് ഒരു നിത്യമായ യാഥാർത്ഥ്യമാണ്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങളെ കരുതുന്ന വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ആപത്തിലൂടെയും അനർത്ഥങ്ങളിലൂടെയും ഒക്കെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവെ, അവിടുത്തെ കരം ഞങ്ങളെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ട് എന്നുള്ള വലിയ യാഥാർത്ഥ്യം ഇന്നത്തെ പ്രഭാതത്തിലെ ഈ കഥയിലൂടെ നീ ഞങ്ങൾക്ക് നൽകി തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും എല്ലാ അവസരങ്ങളിലും തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.